സത്യം ഇത്? ഇതൊക്കെ ഇന്നലെ തീർത്ത് വെക്കേണ്ടതല്ലേ? അമ്മയ്ക്ക് നിന്നെ സ്കൂളിൽ വിട്ടിട്ടല്ലേ ഓഫീസിൽ പോകാൻ പറ്റൂ. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? അമ്മ ഇത് ഇന്നലെ പറഞ്ഞതല്ല. ഇന്ന് രാവിലെ ടീച്ചർ ഇത് ചെയ്യണോന്ന് പറഞ്ഞ് ഗ്രൂപ്പിലിട്ടതാ. ആ, ഇങ്ങനെയൊക്കെ ടീച്ചർമാര് ചെയ്താ എന്താ ചെയ്യാ അല്ലേ? എന്റെ കൊച്ചിനിട്ട് ബുദ്ധിമുട്ടിക്കാന്നേ. ആര് പറഞ്ഞു? ടീച്ചർമാരൊക്കെ പറയുന്നതേ ഇവളാ അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നെന്ന്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ എത്ര സമയം എന്റെ വെറുതെ കളഞ്ഞ്. ഓ, അമ്മയുടെ ഒരു കാര്യം. ഒന്നില്ലെങ്കിലും സ്വന്തമുള്ള പഠിത്ത കാര്യത്തിന് വേണ്ടിയല്ലേ. ഓ, അമ്മയെപ്പോലെ നല്ലൊരു ജോലി എനിക്കും വാങ്ങാൻ വേണ്ടിട്ടാ ഞാനും ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നേ. അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? എന്റെ പൊന്നു ശാലിനി, നീ ഈ കൊച്ചിന്റെ കഷ്ടപ്പാട് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കടി. അമ്മ ഇവളെ വെറുതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. ഇതേ, ഈ ഹോംവർക്ക് ചെയ്ത് തീരുന്നത് വരെ എന്നെ പിടിച്ചു നിർത്താനുള്ള ഇവളുടെ അടവാ. ഈ സംസാരത്തിൽ കാണിക്കുന്ന മിടുക്കേ പഠിത്ത കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇവള് ക്ലാസ്സിൽ ഫസ്റ്റ് ആയേനെ. അപ്പൊ അമ്മ അതറിഞ്ഞില്ലേ? ഞാനിപ്പോ ക്ലാസ്സിൽ ഫസ്റ്റാ. ആ, ശരി ശരി, പെട്ടെന്ന് എഴുതി തീർക്ക്. ഇനി താമസിക്കാൻ പറ്റില്ല. ദേ അമ്മയ്ക്ക് പോണം. വേഗം എഴുത്. ആ, പിന്നെ അമ്മേ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. അമ്മ ഇന്ന് ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവേട്ടന് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കണം. എന്താ ഇന്നെന്താ പ്രത്യേകത? അമ്മ, ഇന്നു മുതലാ വിഷ്ണുവേട്ടൻ പുതിയ ജോലിക്ക് കയറുന്നത്. ആദ്യ ദിവസമല്ലേ. എനിക്കാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ ജോലിക്ക് പോകുന്നതിൽ ഒരു താല്പര്യമില്ല. കാരണം അതിനും മാത്രം റിസ്ക് ഉള്ളൊരു പണിയാ. അതെ, ഇപ്പൊ എന്നെ പറഞ്ഞിട്ട് അമ്മയും മോളും കൂടി സംസാരിച്ച് നിൽക്കുകയാണോ? ആഹാ, ഓ, ഇപ്പൊ സമയമൊന്നും പോകുന്നില്ലല്ലേ? കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നിന്റെ അല്ലേ മോള്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ടാറ്റാ. ടാറ്റ. അമ്മേ, വഴിപാട് ഞാൻ കഴിപ്പിച്ചോളാം, നീ പോയിട്ട് വാ. ഒന്ന് വേഗം വന്നേ അമ്മേ, ഇങ്ങനെ താമസിപ്പിക്കല്ലേ. ഓ, വരുന്നു അമ്മേ. ശരി, വഴിപാടിന്റെ കാര്യം മറക്കല്ലേ. ഞാനത് മറക്കുവോ മോളെ? നീ പോയിട്ട് വാ. ശരി.